വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റോർ. അവിടെയാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ഇൻവോഗ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്യുമ്പോഴും വളരെ സ്നേഹത്തോടുകൂടി കരുതലോടുകൂടിയാണ് ഓരോ പ്രോഡക്റ്റുകളും സെലക്ട് ചെയ്യുക. ഒത്തിരി പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിനിണങ്ങുന്നത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുറേയേറെ തേടി നടക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും തേടി നടക്കണ്ട. ഇതെല്ലാം കൂടെ ഒരൊറ്റ സ്റ്റോറിലാണെങ്കിലോ, യെസ്, പനമ്പള്ളി നഗർ, എറണാകുളം പനമ്പള്ളി നഗറിലുള്ള ചെറിൻ ജോളിയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുഴുവൻ നമുക്കൊന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാമാണ് പുതുതായിട്ട് എത്തിയിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് നോക്കാം. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റോറായിട്ട് ചെറിൻ ജോളി മാറിയിട്ട് ഏകദേശം 25ഓളം വർഷമായി. ഇപ്പോൾ അത് ആനിവേഴ്സറി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ആണ്. ആ ഒരു കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ചെറിൻ ജോളിയുടെ ഓണറായിട്ടുള്ള ജോളി മാം ആണ്. വെൽക്കം മാം. മാം, ഇപ്പോൾ 25ഓളം വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നു. അതും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ 25 വർഷം മുമ്പൊന്നും ഇത്രയും വലിയൊരു സ്റ്റോറോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റോർ തന്നെയായിരുന്നു ഇത്. അതെ അതെ, തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോർ തന്നെയാണ് ആദ്യത്തെ സ്റ്റോർ കിഡ്സിന് വേണ്ടിയിട്ട്. അതായത് കിഡ്സിൻ്റെ എല്ലാ ഐറ്റംസും ഒരു ഷോപ്പിനകത്ത് കിട്ടാവുന്ന രീതിയിൽ. അന്നത്തെ സമയത്തൊന്നും ഒരു ഷോപ്പിൽ ഒരു ഉടുപ്പ് കിട്ടിയാൽ അടുത്ത സ്റ്റോറിൽ പോകണം, ഒരു ചെരുപ്പ് വാങ്ങിക്കണമെങ്കിൽ. ഇപ്പോൾ കംപ്ലീറ്റ് പ്രോഡക്റ്റ് വയ്ക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഷോപ്പ് തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ കിഡ്സിൻ്റെ ഷോറൂം. അന്ന് മുതൽ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള A to Z സാധനങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളത് ഉണ്ടായിരുന്നോ? അതെ അതെ, അന്ന് തൊട്ടേ നമ്മൾ A to Z എല്ലാ പ്രൊഡക്റ്റും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ തന്നെ. എങ്ങനെയായിരുന്നു അന്ന് ഇങ്ങനൊരു തോട്ട് വന്നത്, ഇങ്ങനൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സ്റ്റോർ എന്നുള്ളൊരു ആശയം എങ്ങനെയാണ് വന്നത്? സത്യത്തിൽ നമ്മൾ ഫാമിലിയായിട്ട് നല്ല ട്രാവലിംഗ് ഉള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ ഈ ട്രാവലിംഗ് സമയത്ത് നമ്മൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും എൻ്റെ കുട്ടികൾ അന്ന് കുഞ്ഞു കുട്ടികളായിരുന്നു. ആ സമയത്ത് നമുക്ക് കുട്ടികൾക്കുള്ള സാധനങ്ങൾ ഞാൻ ഓരോ സ്ഥലത്തുനിന്നും കളക്ട് ചെയ്യും. പക്ഷെ കൊച്ചിയിൽ നമുക്കത് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇതുപോലൊരു ഷോപ്പ് നമ്മുടെ കൊച്ചിയിൽ തുടങ്ങാം, അങ്ങനെ ആ തോട്ടിൽ നിന്നാണ് ഇതൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ 25 വർഷമായി നിൽക്കുന്നു. ആ ഒരു ആദ്യത്തെ കാലഘട്ടത്തിലെയൊക്കെ ആ ഒരു കാര്യങ്ങളൊന്ന് പറയാമോ? അന്നുള്ളവരൊക്കെ ഇന്നും വന്ന് ഈ ചെറിൻ ജോളിയിൽ തന്നെ വന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ടോ? അന്ന് നമ്മുടെ ഷോപ്പ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും എക്സൈറ്റഡ് ആണ്. അന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അന്ന് 5 വയസ്സും 7 വയസ്സുള്ള കുട്ടികൾ ഇന്ന് അമ്മമാരായിട്ട് അവർ രണ്ടാമതും നമ്മുടെ അടുത്ത് വന്നിട്ട് അവരുടെ കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചു. പല അമ്മമാരും ഇപ്പോഴും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനും അതുപോലെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഇഞ്ചക്ഷൻ എടുക്കാനും ഒക്കെ ചെറിൻ ജോളി കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടാണ് അവരെ കുട്ടികളെ സ്കൂളിലോട്ട് വിടുന്നതും. നമ്മൾ റിസൾട്ട് വരുമ്പോൾ ചെറിൻ ജോളിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു തരാം, അങ്ങനെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ചെറിൻ ജോളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് അന്നത്തെ അമ്മമാര് ഇന്ന് കുട്ടികളെ അതും പറഞ്ഞാണ് കൊണ്ടുവരുന്നുണ്ട്. കുട്ടികളുടെ പാർട്ടി വെയർ സെക്ഷനാണ് കേട്ടോ ഇതെല്ലാം കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളാണ്. ശരിക്കും അതിൻ്റെ ആ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ ആർക്കും വന്ന് എല്ലാ ഡ്രസ്സും വാങ്ങാൻ തോന്നും. അത്ര രസമായിട്ടുള്ള ഫാഷനബിൾ ആയിട്ടുള്ള ഫ്രോക്കുകളാണ് ഇവിടെ ഉള്ളത്. ഓരോന്നും എടുത്ത് കാണിക്കേണ്ടി വരും, അത്രയും രസമാണ്. ഫുള്ളി ഇങ്ങനെ നെറ്റ്, അതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളത്, പിന്നെ കോട്ടൺ, അല്ലാതെ തന്നെ പാർട്ടി വെയറിൽ തന്നെ ബീഡ്സ് വർക്കുകൾ ചെയ്തിട്ടുള്ളത്, ഫുള്ളി നെറ്റായിട്ടുള്ളത്, ടെയിൽഡ് ആയിട്ടുള്ളത്, അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം.
കുട്ടികൾക്കുള്ള വെറൈറ്റി കളേഴ്സിലുള്ള ഡ്രസ്സുകൾ, വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ, ഇതാണ് എല്ലാവരും തന്നെ ഇങ്ങനെ നോക്കി നടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ കാണുമായിരുന്നു പേസ്റ്റൽ കളേഴ്സ്, അതുപോലെ ഇങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, അതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ ഒരു കളക്ഷൻസ് ഒക്കെ? നമ്മളങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല, പല സ്ഥലത്തു നിന്നുള്ളതുകൊണ്ട് ഇന്ത്യനും ഉണ്ട് ഇമ്പോർട്ടഡും ഉണ്ട്. നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പോയി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിടുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമറെ നമ്മൾ മുന്നേ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള ഡ്രസ്സുകളാണ്, ആ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളാണ് കളക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 0 ഏജ് മുതലുള്ള ഡ്രസ്സുകൾ അല്ലേ, 0 to 10 years 10 years ഉണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഡ്രസ്സുകളൊക്കെ നോക്കുകയാണെങ്കിലും നല്ല വെറൈറ്റി ആണ്, കളറാണ്. ഇപ്പോൾ നല്ല ട്രെൻഡി കളേഴ്സാണ്, ലൈറ്റ് ഷെയ്ഡ്സും ഒക്കെ. അപ്പോൾ അതിൽ നല്ല കളക്ഷനുണ്ട്. ഇതിപ്പോൾ പാർട്ടി വെയറിൻ്റെ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് നോർമൽ ആയിട്ടുള്ളത് കൊണ്ട് കോട്ടൺ സെറ്റ്സ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള പാർട്ടി വെയർസ് ഉണ്ട്, എല്ലാ ടൈപ്പിലുള്ളതുണ്ട് അല്ലേ. ജസ്റ്റ് ബോണിനാണ് കൂടുതലായിട്ട് നമ്മൾ കളക്ട് ചെയ്തത്. പാർട്ടി വെയർ ഒരു 10 വയസ്സ് വരെ അതുകൊണ്ട്, കോട്ടൺ വെയർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ തേടി വരുന്നത് പാർട്ടി വെയർ തന്നെയാണ്, വേറെ എങ്ങും കിട്ടാത്ത ഐറ്റം. അതെ അതെ അതെ. അതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? പല രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതുകൊണ്ടോ? രാജ്യങ്ങളിൽ നിന്നുണ്ട്, പിന്നെ നമ്മൾ ചെയ്യിച്ചെടുക്കുന്നതുണ്ട്. പല സ്ഥലത്തും നമ്മൾ പോയി ചെയ്യിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ട്രെൻഡിനനുസരിച്ച് ചെയ്യുന്ന കുറേ ഉണ്ട്. ഇനിയിപ്പോ പുതിയ എന്തെങ്കിലും റിനോവേഷൻസ് ഒക്കെ വരുന്നുണ്ടോ? ഉണ്ട്, റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിലൊക്കെയാണ് പുതിയ എന്തെങ്കിലും ഐറ്റംസ് വരുന്നുണ്ടോ? പുതിയ ഐറ്റംസ് തന്നെ കുട്ടികളുടെ ഡ്രസ്സിലാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ടോയ്സും അതുപോലെ കീപ്പ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ടോയ്സും അതുപോലെ തന്നെ ഡ്രസ്സുകളും. ഡ്രസ്സ് എന്ന് തന്നെ നമുക്ക് പാർട്ടിക്ക് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോയ്സ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു ലേണിംഗ് എബിലിറ്റി കൂട്ടാനുള്ള ഒരു ഇതാണ്, പ്രൊഡക്റ്റാണ് ടോയ്സ്. നമ്മൾ വെറുതെ കാണാനല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ടോയ്സ് ഓരോ തവണ വാങ്ങിക്കുമ്പോഴും ഡിഫറെൻറ്റ് മോഡലുകൾ അവർക്ക് കിട്ടണം. അതിലൂടെ അവർക്ക് ലേണിംഗ് കൂടുതലായിട്ട് കിട്ടണം, ലേണിംഗ് എബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് ടോയ്സിനെ കൊണ്ടുള്ള ഫസ്റ്റ് ഇത്. ഈ പേരൻസ് വന്നിട്ട് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും കൊണ്ടുവരാറുണ്ട് അവിടെ? അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പേരൻസിനെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ഓരോ ഡ്രസ്സിലും അതിൻ്റേതായിട്ടുള്ള സിഗ്നേച്ചർ അവശേഷിപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്നത് കേട്ടോ ചെറിഞ്ചോളി. ഇതാ ഓരോ ഡ്രസ്സുകളും നോക്ക്, ഇതൊരു ഡ്രസ്സാണ്, ക്യൂട്ടാണ്. ഇതാ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുകയാണെങ്കിൽ ടെയിൽഡ് ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡും ആ ഒരു വർക്കൊക്കെ കണ്ടു, ഇത് ഭംഗിയാന്ന് നോക്ക്, നല്ല രസമല്ലേ. ഇത് ടെയിൽഡ്, ഇതുപോലെ ടെയിൽഡ് ആയിട്ടുള്ള കുറേ, അതായത് കുഞ്ഞു കുട്ടികളുടെ മുതൽ ഒരു 1 ഇയറിൻ്റെ മുതൽ 10 ഇയേഴ്സിൻ്റെ വരെയുള്ള കുട്ടികൾക്കുള്ള ടെയിൽഡ് ആയിട്ടുള്ള ഇതുപോലെ നീളത്തിൽ പുറകിലേക്ക് കിടക്കുന്ന ടൈപ്പ് ഡ്രസ്സുകൾ, അതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പാർട്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ പാർട്ടി വെയർ ആയിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡ്രസ്സുകളെല്ലാം തന്നെ. അതുപോലെ നമ്മൾ ചെറിഞ്ചോളിയുടെ ഒരു കോൺസെപ്റ്റ് ശരിക്കും എന്താ? കോൺസെപ്റ്റ് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ വരിക, ബേബി ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ബേബിയെ കിട്ടുന്നത്. യാതൊരു ഉടുപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വന്ന് നമ്മളിതുപോലെ ഉടുപ്പൊക്കെ വാങ്ങിച്ച് നമ്മുടെ ചെറിഞ്ചോളി കുറേ ഉടുപ്പുകൾ, കുട്ടി ഉടുപ്പുകൾ കരുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ. ഈ മെറ്റേണിറ്റി വേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? അത് നമ്മളെ ഫസ്റ്റിലേ ഉണ്ട്, 25 years ആയിട്ട്. 25 years? പിന്നെ എനിക്കൊന്നും ഇപ്പോഴാണ് അതിന്റെ കൂടുതലും ഇത്രയും അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളായിരുന്നു കസ്റ്റമറെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നത്. ഇത് ഇന്ന കുട്ടിക്ക് ഇതുപോലെ ഇടാനുള്ളതാണ്, അമ്മയ്ക്ക് ഇതുപോലെ ഉപയോഗിക്കാനുള്ളതാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അവർക്കത് മനസ്സിലാവുമായിരുന്നു. ഇപ്പൊ പിന്നെ കാലം മാറിയപ്പോൾ കുറേ എല്ലാവർക്കും അവയർനെസ് കിട്ടിയിട്ടുണ്ട്. ന്യൂ ബോൺ ബേബീസിന്റെ ഫുൾ സെറ്റ് അടങ്ങുന്നതാണ് കേട്ടോ. അതായത് ഇത് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് നല്ല അടിപൊളി സംഭവം. ഇതിന്റെ പല വെറൈറ്റി ആയിട്ട് എൻ്റെ പുറകിലിരിക്കുന്ന എല്ലാം തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ന്യൂ ബോണിന്റെ സെറ്റാണ് കേട്ടോ. ഇതിനകത്ത് അവരുടെ ഉടുപ്പ് വരുന്നുണ്ട്, സോക്സ് വരുന്നുണ്ട്, അങ്ങനെ എല്ലാം അടങ്ങുന്ന സെറ്റ്
സെറ്റാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ പല വെറൈറ്റി ഞാൻ പറഞ്ഞ പോലെ ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ മദേഴ്സിനാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒറ്റ സെറ്റായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ് ഇതെല്ലാം. ന്യൂ ബോൺസിൻ്റെ സെക്ഷനിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു കുഞ്ഞു ഷൂസ് കണ്ടോ, എന്ത് രസമതൊക്കെ. ഇത് എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു 6 months ഒക്കെ ആകുമ്പോഴാണ്. അതിലും ന്യൂ ബോൺസ് ആയിട്ടുള്ള കുഞ്ഞു വാവകളുടെ ഇഷ്ടംപോലെ ഷൂസിൻ്റെ കളക്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഒക്കെ കുറേ ഹുഡീസും അതുപോലെ തന്നെ റോംബേഴ്സിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഇവിടെ. നല്ല രസമായിട്ടുള്ള ചെക്ക് കളർ വരുന്ന റെഡിൻ്റെ കണ്ടോ, നല്ല കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ല രസമല്ലേ ഇത്. അതിന് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെക്കാണ് കുറച്ചും കൂടെ ട്രെൻഡിങ് തോന്നുന്നതാ. ചെക്കിലുള്ള കുറേ ഡ്രസ്സുകൾ, നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സല്ലേ. ശരിക്കും ഇതൊരു കോമ്പിനേഷനാണ്, റെഡ് ആൻഡ് ഗ്രീൻ. പിന്നെ ഇതെല്ലാം ഹുഡീസാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതതിൻ്റെ കൈയുടെ പോർഷനാണ്, അതായത് അതിൻ്റെ കാലിൻ്റെ പോർഷനാണ്. ഹുഡി ടൈപ്പാണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള, നല്ല സ്മൂത്താണ്, നല്ല ക്യൂട്ടാണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കോട്ടൺ ഡ്രസ്സുകളാണ് കേട്ടോ. കോട്ടൺ ഫ്രോക്കുകളാണ്. അത് കണ്ടോ, നല്ല രസമായിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ്റിലുള്ള കോട്ടനാണ്. ഇത് പ്യുവർ കോട്ടൺ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ അതിൻ്റെ പല വെറൈറ്റി, പല ഫാഷനിലുള്ള ഒത്തിരി കോട്ടൺ ഡ്രസ്സുകളുണ്ട്, കോട്ടൺ ഫ്രോക്കുകൾ, അതെല്ലാം നമുക്ക് കാണാം. ന്യൂ ബോൺ ബേബീസിൻ്റെ സെക്ഷനിൽ നോക്കുമ്പോൾ കുറേ കുട്ടി ഉടുപ്പുകൾ ഇങ്ങനെ കണ്ടു കേട്ടോ. റോംബേഴ്സ്, അതുപോലെ തന്നെ ഹാഫ് റോംബേഴ്സ്, പിന്നെ കെട്ടുടുപ്പുകൾ. അതൊക്കെ കുഞ്ഞു പാവകളാകുമ്പോൾ അവരെ ഇടിപ്പിക്കാനും ഒക്കെ വളരെ എളുപ്പമായിട്ടുള്ള കെട്ടുടുപ്പുകൾ, അതിൻ്റെയൊക്കെ കുറേ കളക്ഷനാണ് കേട്ടോ ഇതെല്ലാം വരുന്നത്. അതുപോലെ തന്നെ മെറ്റേണിറ്റി വെയേഴ്സ്, അതെടുത്ത് പറയേണ്ടതാണ്. അമ്മമാർക്ക് ധരിക്കാനായിട്ടുള്ള വസ്ത്രങ്ങൾ, അത് ഇപ്പം ചുരിദാറാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഹാഫ് ടോപ്പുകളാണെങ്കിലും ശരി, അത് അമ്മമാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള കുറേ മെറ്റേണിറ്റി വെയേഴ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് മെറ്റേണിറ്റി ബെൽറ്റുകൾ. അത് പ്രീ മെറ്റേണിറ്റി ബെൽറ്റുകളുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് മെറ്റേണിറ്റി ബെൽറ്റുകൾ. അത് വയറിന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാ മെറ്റേണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്തുകൾ, ടർക്കികൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും ന്യൂ ബോൺസിന് വേണ്ടിയിട്ടുള്ളൊരു വൈഡ് വെറൈറ്റി തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളുടെ 2 വീലർ, 3 വീലർ, 4 വീലർ സെഗ്മെൻറ്റിൻ്റെ അടുത്താണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷനാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ ഒരു വെറൈറ്റി പറയുകയാണെങ്കിൽ കളറും കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതാണ് കളറും അതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ചോയ്സ് എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും അവർക്ക് ഇഷ്ടപ്പെടുന്ന സൗണ്ടുകളും സൗണ്ട് ഹോൺസും എല്ലാം അടങ്ങിയതാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ 2 വീലേഴ്സും ഉണ്ട്, കുഞ്ഞു കുഞ്ഞു സൈക്കിളുകളും എല്ലാം തന്നെ ഈ ഒരു 3rd ഫ്ലോറിലാണ് ഒരുക്കിയിരിക്കുന്നത്.
ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് തൊട്ടിലുകളുടെയും അതുപോലെ തന്നെ സ്ട്രോളേഴ്സിൻ്റെയും സെക്ഷനാണ് കേട്ടോ. സ്ട്രോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുത്താൻ പറ്റുന്നതും കിടത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കുറേ ടൈപ്പ്, പല ഡിസൈനിലുള്ള പല കളേഴ്സിലുള്ള, എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞു വാവ് മുതൽ ഒരു 5-6 വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രോളേഴ്സുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടിലിൻ്റെ സെക്ഷനും ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള, നമ്മളിങ്ങനെ ചില സ്വപ്നങ്ങളിലൊക്കെ കാണുന്നത് പോലത്തെ ഉള്ള തൊട്ടിലുകൾ, അത്ര മനോഹരമായിട്ടുള്ള ഓഫ് കളേഴ്സിലുള്ള കുട്ടികൾക്ക് ചേരുന്ന രീതിയിലുള്ള അടിപൊളി തൊട്ടിലുകളുടെ സെക്ഷനാണ് കേട്ടോ ഇത്. അതുമാത്രമല്ല ഇവിടെ കൊതുക് വലയും എല്ലാം തന്നെ ഉൾപ്പെടെ ഉള്ളതാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയായിട്ടുള്ള കുറേ തൊട്ടിലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിച്ച വെച്ച് തുടങ്ങുന്ന കുഞ്ഞു കാലുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, വോക്കറുകളുടെ സെക്ഷൻ. എന്ത് ക്യൂട്ടായിട്ടാണ് ഓരോ വോക്കറുകളും ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഹോണുകൾ അതിൽ ഫിറ്റ് ചെയ്തുകൊണ്ട്, പിന്നെ നല്ല രസമുള്ള ടോയ്സുകൾ ഫിറ്റ് ചെയ്തത്, കുടയുള്ള സൈസ്, അമ്പർലയുള്ള ടൈപ്പ്, അല്ലെങ്കിൽ ഇങ്ങനെ മറയ്ക്കാൻ പറ്റുന്ന ടൈപ്പ്, അങ്ങനെ പല ടൈപ്പിലുള്ള വോക്കറുകൾ. അതുപോലെ തന്നെ പല ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ശബ്ദമുള്ള വോക്കറുകൾ, അങ്ങനെ പല പല വെറൈറ്റി ആയിട്ടുള്ള വോക്കറുകളുടെ സെക്ഷനാണ് ഇതായിട്ട്. ബിഗ് ടോയ്സ് സെക്ഷനിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് ഇതെല്ലാം. ടെഡി ബെയർ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളുടെ ഫേവറേറ്റ് ആണല്ലോ. അതിന് എത്ര വലിപ്പമുള്ളത് വാങ്ങിക്കൊടുത്താലും അത്ര ഇഷ്ടമാണ്. അതും പിടിച്ചാണല്ലോ കുട്ടികൾ കിടന്ന് ഉറങ്ങുക. അങ്ങനെ അവരുടെ കളി കൂട്ടുകാരായിട്ട് മാറുന്ന നിരവധി ടോയ്സുകൾ. അത് ആദ്യമൊക്കെ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം മുമ്പൊക്കെ ആയിരുന്നു ടെഡി ബെയർ ഒക്കെ തരംഗമായിരുന്നെങ്കിൽ, ഇന്ന് എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയിൽ ക്യൂട്ട്നെസ്സിലാണ് ഇവരുടെ മുമ്പിലെത്തുന്നത്. അതിൻ്റെ ഒരു വൈഡ് വെറൈറ്റി ആണ് കേട്ടോ. അതിൻ്റെ പുറകിലെല്ലാം കാണുന്നത് വലിയ വലിയ ടെഡി ബെയറുകളാണ്. അപ്പോൾ അതിൻ്റെ സെക്ഷൻ നമുക്ക് ഇനി പരിചയപ്പെടാം. ചെറിയഞ്ചോളിയുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി ടോയ്സുകളാണ് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഗേൾസിന് നോക്കുവാണെങ്കിൽ മാഷ് ആൻഡ് ബെയർ അങ്ങനത്തെ ടോയ്സ്, അല്ലെങ്കിൽ ഇപ്പം ബോയ്സിനാണെങ്കിൽ നെർഫ്, അതുപോലെ തന്നെ ഗൺസ്, അങ്ങനെ ബോയ്സിന് വരുന്ന ഇഷ്ടംപോലെ ടോയ്സിൻ്റെ സെക്ഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ കുട്ടികൾക്ക് കുറേ പഠിക്കാനായിട്ട് ടോയ്സിലൂടെ തന്നെ പല കാര്യങ്ങളും പഠിക്കാനുണ്ടാവുമല്ലോ. ഇപ്പോൾ ABCD റൈംസുകൾ അങ്ങനത്തെ എല്ലാം പഠിച്ചു പോകാനായിട്ട് പറ്റുന്ന, നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസാണ് ഈ ഒരു ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്നത്. ബർത്ത്ഡേയ്സ്, അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലും പല പല ആവശ്യങ്ങൾ വരുമ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പല പല വെറൈറ്റി ആയിട്ടുള്ള ടോയ്സുകളും ഇവിടെ ഉണ്ട്. ഇപ്പം നെർഫ്, ഫൺ സ്കൂള്, അതുമാത്രമല്ല ടോയ്സ് എന്ന് പറയുമ്പോൾ ബാബി ഡോൾസ്, അതുപോലെ തന്നെ ഈ ഡോൾസിൻ്റെ ഒക്കെ ഒരു വൻ കളക്ഷൻ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഈ ബാബി ഡോൾസിനെ കുറിച്ച് നമുക്ക് പറയുവാണെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്യാനും ഒരുക്കാനും എല്ലാം കുഞ്ഞു പെൺകുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ലേറ്റസ്റ്റ് കളക്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മാഷ് ആൻഡ് ബെയറിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻ തിങ്ക് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അത് അവർക്ക് എത്രത്തോളം അവർക്ക് പ്രയോജനപ്രദമാകുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ തിങ്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും ഈ ഒരു ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. ഹോട്ട് വീൽസ്, ഇത് ബോയ്സിൻ്റെ ഫേവറേറ്റ് ടോയ് ആണ്. ഇതുപോലുള്ള നിരവധി ടോയ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരെ എന്ത് വാങ്ങണം എന്നുള്ളത്. അതുപോലെയുള്ളൊരു കളക്ഷനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 25 വർഷങ്ങളോളമായിട്ടുള്ള ചെറിയഞ്ചോളിയിലെ
ഏകദേശം ഞങ്ങൾ എല്ലാം തന്നെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല സൂപ്പർ എപ്പിസോഡുമായിട്ട് ഇൻവോഗിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ.